നമ്മളിപ്പോൾ ഒരു ഫോറിൻ ജഡ്ജ്മെൻറ്റ് കൊണ്ടുവന്നു, അവിടെ ഡിവോഴ്സായി, ഇവിടെ വന്നിട്ട് ഓടി വന്ന് മാരി ചെയ്യാനൊന്നും പറ്റില്ല. ആ ഫോറിൻ ജഡ്ജ്മെൻറ്റ് നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അലോ ചെയ്യത്തുമില്ല. ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നാട്ടിൽ വന്നിട്ട് ഭാര്യയും ഭർത്താവും അറിയാതെ നാട്ടിലങ്ങ് കേസ് ഫയൽ ചെയ്യും. കോടതി എക്സ്പാർട്ടി ആയിട്ട് ഇയാൾക്ക് അനുകൂലമായിട്ട് വിധിക്കുകയും ചെയ്യും, ഇയാൾക്ക് അനുകൂലമായിട്ട് ഒരു ഡിവോഴ്സ് ഓർഡർ കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ഒരു അവസരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നമസ്കാരം, ലീഗൽ അവയർനെസ് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ഇന്ന് NRIസിന് വേണ്ടിയിട്ടാണ്. മിക്കപ്പോഴും വരുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറം രാജ്യങ്ങൾ ഫോറിൻ ജഡ്ജ്മെൻറ്റ് നമ്മുടെ നാട്ടിൽ വാലിഡ് ആണോ, അതായത് ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റം അത് വാലിഡ് ആക്കി എടുക്കുന്നുണ്ടോ, അതായത് അവിടെ ബന്ധം വേർപെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യയുടെ പരിധിക്കകത്ത് അത് വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്നാണ്. നമുക്കിപ്പോൾ ഫോറിൻ ജഡ്ജ്മെൻറ്റ് ഇന്ത്യയിൽ വാലിഡാണ്, പക്ഷേ അതിന് കുറേ സർട്ടൻ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ എബ്രോഡ് രണ്ടാളും കൂടെ മ്യൂച്വലി പിരിഞ്ഞ ഒരു ജഡ്ജ്മെൻ്റ് ആണ് എങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മൾ ഇന്ത്യയിൽ വാലിഡായിട്ട് എടുക്കും. പക്ഷേ വാലിഡായിട്ട് എടുക്കണമെങ്കിൽ കോടതിക്ക് കുറേ കാര്യങ്ങൾ നോക്കണം. ഫോറിൻ ജഡ്ജ്മെൻറ്റ് വിധിച്ചിരിക്കുന്ന ആ കോടതിക്ക് കോമ്പിറ്റൻറ്റ് ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ, രണ്ടാൾക്കാരും കോടതിയിൽ പ്രസൻ്റ് ആയിട്ടാണോ, അതേപോലെ ഏതെങ്കിലും ഒരു ഫ്രോഡ് അല്ലെങ്കിൽ കൊയർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇതൊക്കെ ചെയ്തിട്ടാണോ ആ ജഡ്ജ്മെൻറ്റ് വാങ്ങിയിട്ടുള്ളത്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ നോക്കിയതിന് ശേഷം എല്ലാം ക്ലിയർ ആയിട്ട് രണ്ടുപേരും മ്യൂച്വലി പിരിഞ്ഞതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി അല്ലെങ്കിൽ ഇന്ത്യൻ കോടതികൾ ആ ജഡ്ജ്മെൻറ്റിനെ വാലിഡായിട്ട് ഡിക്ലെയർ ചെയ്യും. അതല്ലാതെ വന്നിട്ട് ഇന്ത്യൻ പരിധിയിലുള്ള ഇപ്പോൾ ഒരു ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിച്ചു, അത് കുറേ ഡിസ്പ്യൂട്ടഡ് ആയി, അതൊരു വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിട്ടാണ് വിധി അവിടുത്തെ ഫോറിൻ വന്നിരിക്കുന്നെങ്കിൽ നമുക്ക് ഇവിടെ അത് ചോദ്യം ചെയ്യാനും പറ്റും. അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ലോസ് അതിനകത്ത് വന്നിട്ട് കുറേ ലീഗൽ ഡിസ്പ്യൂട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ കാര്യമാണ് കേട്ടോ. മ്യൂച്വൽ ഡിവോഴ്സിൽ അതിനകത്ത് കോടതിയിൽ രണ്ടാളും ബൈ പേഴ്സൺ പ്രസൻ്റ് ആയിട്ട് വാങ്ങുന്ന മ്യൂച്വൽ ഡിവോഴ്സുകൾ ഇന്ത്യയിൽ വാലിഡാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ഫോറിൻ ജഡ്ജ്മെൻറ്റ് കൊണ്ടുവന്നു, അവിടെ ഡിവോഴ്സായി, ഇവിടെ വന്നിട്ട് ഓടി വന്ന് മാരി ചെയ്യാനൊന്നും പറ്റില്ല. ആ ഫോറിൻ ജഡ്ജ്മെൻറ്റ് നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അലോ ചെയ്യത്തുമില്ല. അതവർ ഇന്ത്യൻ ലോസിൽ ഇന്ത്യൻ കോടതിയിൽ നിന്ന് ജുഡീഷ്യൽ സിസ്റ്റം പ്രകാരം പ്രോപ്പറായിട്ടുള്ള ഒരു ഡിവോഴ്സ് ഓർഡർ കിട്ടാതെ സെക്കൻഡ് മാരേജിന് ഇന്ത്യയിൽ നമുക്ക് അത് അനുവദിച്ച് കൊടുക്കാറില്ല. ഫോറിൻ ജഡ്ജ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിലെ ഒരു കോടതിയിൽ നിന്ന് ജഡ്ജ്മെൻറ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ അതിന് പ്രോപ്പറായിട്ട് അഡ്ജുഡിക്കേഷൻ നടന്നോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അത് കാരണമാണ് ഇന്ത്യയിലെ കോടതിയിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് വാലിഡായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് അങ്ങനെ ഒരു ഡിക്ലറേഷൻ സ്യൂട്ട് ഫയൽ ചെയ്ത് ഓർഡർ വാങ്ങിയിട്ട് സപ്പോർട്ടിംഗ് ഓർഡർ ഹാജരാക്കുകയാണെങ്കിൽ മാത്രമേ NRIസിന് നമുക്ക് നാട്ടിൽ വന്ന് വേറെ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ NRIസ് പൊതുവിൽ ചോദിക്കുന്ന ഇപ്പം മ്യൂച്വൽ ഡിവോഴ്സ് കേസുകളിൽ വരുമ്പോൾ അവർ ഡയറക്റ്റ് നാട്ടിൽ വരണോ അതോ രണ്ടു പേർക്കായിട്ട് കേസ് ഇവിടെ മ്യൂച്വലി പിരിയാൻ പറ്റുമോ? അത് പറ്റും, പക്ഷേ പവർ ഓഫ് അറ്റോർണി ഇവിടെ നാട്ടിൽ കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞതിന് ശേഷം കൗൺസിലിങ്ങും നിങ്ങൾ എവിഡൻസ് കൊടുക്കുന്ന സമയത്തും വിർച്വലി നിങ്ങൾക്ക് കോടതിയിൽ ഹാജരാവാൻ പറ്റും. പക്ഷേ പവർ ഓഫ് അറ്റോർണി ഇവിടെ പ്രസൻ്റ് ആയിരിക്കണം. അപ്പോൾ കൗൺസിലിംഗ് നടക്കുമ്പോഴും നിങ്ങൾക്ക് ഓൺലൈൻ വഴി വിർച്വലി നിങ്ങൾക്ക് ഇത് കോടതിയിൽ ഹാജരായിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർ പ്രൊസീജിയർ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ വരാതെ തന്നെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ മിക്കപ്പോഴും കേസുകളിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നാട്ടിൽ വന്നിട്ട് ഭാര്യയും ഭർത്താവും അറിയാതെ നാട്ടിലങ്ങ് കേസ് ഫയൽ ചെയ്യും. പക്ഷെ ഒന്നും അറിയാത്ത പോലെ ആയിരിക്കും അയാൾ അവിടെ ബിഹേവ് ചെയ്യുന്നത് ഒക്കെ. പക്ഷെ നാട്ടിൽ കേസ് ഫയൽ ചെയ്തിട്ട് ഇവിടെ പ്രോപ്പറായിട്ട് സമൻസ് പോകുമ്പം നാട്ടിൽ ആളില്ല എന്ന് പറഞ്ഞ് അത് മടങ്ങും. സ്വാഭാവികമായിട്ട് സമൻസ് പോകുമ്പോൾ മടങ്ങുമല്ലോ. ഇവിടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ കേസ് നടത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് പ്രോപ്പർ നോട്ടീസ് സെർവ് ആകുമ്പോൾ കോടതി എന്താ പറയണതെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് സർവീസ് ചെയ്യുക, അതായത് പേപ്പർ പബ്ലിക്കേഷനോ അഫിക്സർ ഓഫ് നോട്ടീസ്, അതായത് നോട്ടീസ് പോയി പതിച്ച് നടത്താനോ കോടതി പറയും. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടുത്തെ പത്രത്തിൽ പരസ്യം ഇടും. ഇവിടുത്തെ പത്രത്തിൽ പരസ്യം ഇടുമ്പം എബ്രോഡ് ഇരിക്കുന്ന സ്ത്രീയോ പുരുഷനോ അത് അറിയുന്നുമില്ല. ഈ പത്രത്തിൽ പരസ്യം ഇട്ട് കഴിഞ്ഞാൽ കോടതിയുടെ മുമ്പേ പേപ്പർ പബ്ലിക്കേഷൻ ആൻഡ് ലാസ്റ്റ് സർവീസ് ഓഫ് നോട്ടീസ് എന്ന് വെച്ചാൽ അതല്ലാതെ വേറൊരു വഴിയില്ല നോട്ടീസ് സെർവ് ചെയ്യാൻ. പണ്ടൊക്കെ ഈ ചെണ്ട കൊട്ടിയൊക്കെ നടന്ന കാലഘട്ടത്തിൽ ആ സമയത്ത് അങ്ങനെ ഒരു ഡിക്ലറേഷൻ ചെയ്യണ പോലെയാണ് ഇപ്പോൾ പേപ്പറിൽ പരസ്യം കൊടുക്കുന്നത്. പേപ്പറിലും പരസ്യം കൊടുത്തതിന് ശേഷം കോടതി എക്സ്പാർട്ടി ആയിട്ട് ഇയാൾക്ക് അനുകൂലമായിട്ട് വിധിക്കുകയും ചെയ്യും, ഇയാൾക്ക് അനുകൂലമായിട്ട് ഒരു ഡിവോഴ്സ് ഓർഡർ കിട്ടുകയും ചെയ്യും. എന്നാൽ ഈ പുറത്തിരിക്കുന്ന ആൾക്കാർ ഇത് അറിയത്തുമില്ല.
ഇവിടെ ഇന്ത്യയിൽ ഇവർ നിയമം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓർഡർ വാങ്ങിയിട്ടുള്ള വിവരം അറിയേയില്ല. പിന്നീട് ഇവർ വിസയ്ക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോഴാണ് ഇയാൾക്ക് ഇങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് ഇന്ത്യയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു അവസരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമുക്ക് ഡേറ്റ് ഓഫ് നോളജ് എന്നാണ് ഇങ്ങനെ ഒരു ഓർഡർ വാങ്ങിയിട്ടുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ എക്സ് പാർട്ടി സെറ്റിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെറ്റിഷൻ കൊടുക്കണം. അതിപ്പോൾ എത്ര വർഷമായാലും കുഴപ്പമില്ല, നമുക്ക് നോളജ് കിട്ടിയത് അന്നാണ് എന്ന് നമ്മൾ കോടതിയെ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ എക്സ് പാർട്ടി ആയിട്ട് വാങ്ങിയ ഓർഡറിനെ സെറ്റിസൈഡ് ചെയ്തിട്ട് കോടതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ അറിയാതെയാണ് ഇങ്ങനെ ഒരു ഓർഡർ വാങ്ങിയിട്ടുള്ളത്, ഇതിന് പ്രോപ്പറായിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, അത് കാരണമാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പം നാട്ടിൽ നിങ്ങളുടെ മോളില്ല, കോടതിയിൽ നിന്ന് സമൻസ് വന്നു, സമൻസ് വന്നെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിങ്ങളങ്ങ് റിജക്റ്റ് ചെയ്യാതെ ആ പേപ്പർ, അത് വരുന്ന കവറിൻ്റെ മുകളിൽ ഏത് കോടതിയാണ് അല്ലെങ്കിൽ ഏത് OP നമ്പറാണെന്ന് നിങ്ങൾക്ക് ഉണ്ടാവും. അതിൻ്റെ മുകളിൽ, ആ കവറിൻ്റെ മുകളിലുണ്ടാവും ഫാമിലി കോടതിയുടെ പേരും ഉണ്ടാവും, കേസ് നമ്പറും ഉണ്ടാവും. അതിന് ജസ്റ്റ് ഫോട്ടോ എങ്കിലും എടുത്തിട്ട്, ഇപ്പം നിങ്ങൾ മോളുടെ പേരിലോ അല്ലെങ്കിൽ മോൻ്റെ പേരിലാണ് സമ്മൻസ് വരുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ ആരുടെയെങ്കിലും പേരിൽ സമ്മൻസ് വരുന്നു, പക്ഷേ നിങ്ങൾ നാട്ടിലില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചയക്കുന്നതിന് മുമ്പ് അതൊരു ഫോട്ടോ എങ്കിലും എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്കത് ട്രേസ് ചെയ്യാനെങ്കിലും പറ്റും. അല്ലാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ കോടതിയിൽ നിന്ന് ഏതോ കേസ് നമ്പറിൽ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ NRI ക്ലയൻസ് വളരെയേറെ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ എബ്രോഡ് ആയണമെങ്കിലും വേണമെങ്കിൽ ഒരാൾക്ക് നാട്ടിൽ വന്ന് നിങ്ങളറിയാതെ ഒരു ജഡ്ജ്മെൻറ്റ് വാങ്ങി പോകാനുള്ള ചാൻസസും വളരെ ഹൈ ആണ്. അപ്പം ഇങ്ങനത്തെ അവസരങ്ങളൊന്ന് ശ്രദ്ധിച്ച് മൂവ് ചെയ്യുക. പിന്നെ ഫോറിൻ ജഡ്ജ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ രണ്ടുപേരും കൂടെ കോടതിയിൽ ഹാജരായി ഡിക്ലറേഷനും അനുവദിച്ച് വാങ്ങാവുന്നതാണ്.